വിളിക്കാൻ മതിയായിരുന്നു. ഈ പ്രദേശത്തെ ഉദ്ഘാടനം നഗരസഭയിൽ പ്രദാനം ചെയ്യുന്ന കൗൺസിലർ എന്ന നിലയിൽ ഇതിലൂടെ കൃഷി സമസ്യയുടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗ്രാമത്തെ ഒരു പുതിയ പേരിട്ട് വിളിച്ച മഹാന്റെ സാന്നിധ്യത്തിലാണ് ഈ സമ്മേളനം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ലോകപ്രശസ്തമായ നവോദയ സിനിമ സ്റ്റുഡിയോ ഇവിടെ സ്ഥാപിതമായതോടുകൂടിയാണ് ഈ പ്രദേശത്തിന് നവോദയ എന്ന പേരുണ്ടായത്. ഇപ്പോഴാകട്ടെ മറ്റൊരു വിശേഷം കൂടിയാണ് ചലച്ചിത്ര നിർമ്മാണ രംഗത്തെ 5 പതിറ്റാണ്ടിന്റെ സംഭാവനയ്ക്കുള്ള സംഭാവനകളുടെ പേരിൽ സംസ്ഥാന സർക്കാരിന്റെ JC ഡാനിയൽ അവാർഡ് നേടിയ മേഖലയിലൂടെ ശ്രീ നവോദയ അപ്പച്ചൻ കേരളത്തിന്റെ ആദരപാത്രമായിരിക്കുകയാണ്. അതിൽ മറ്റ് ഏത് പ്രദേശത്തുള്ളവരെക്കാളും അധികം അഭിമാനിക്കാൻ അർഹതയുള്ളത് നമുക്കാണ്. ഈ ഗ്രാമത്തിന്റെ സ്നേഹവും ആദരവും ജനങ്ങൾക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തിന് സമർപ്പിച്ചിരുന്നു. തിരക്കുകൾക്കിടയിൽ നമ്മുടെ ഈ കുഞ്ഞു സംഘടന ഉദ്ഘാടനം ചെയ്ത് നമ്മളെ അനുഗ്രഹിക്കാൻ എത്തിയിരിക്കുന്ന ശ്രീ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഉദ്ഘാടനത്തിനായി ശ്രീ അപ്പച്ചൻ സാറിനെ വയനാനുള്ള വിഷമം അതിന്റെ പുറത്തു പോയി നാട്ടിൽ പോയി अध्यक्ष
നമ്മുടെ പ്രിയങ്കരിയായ കൗൺസിലർ കൂടിയായ ഋഷി പൗലോസ് അവരുടെ ഏറ്റവും ബഹുമാനീയനും ആദരണീയനുമായ ചലച്ചിത്ര രംഗത്തെ അധികായൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന അപ്പച്ചൻ സാർ അവരുടെ നമുക്ക് ആശംസകൾ അർപ്പിക്കാനെത്തിയ തൃക്കാക്കര സബ് ഇൻസ്പെക്ടർ സാർ അവരുടെ ഹീറോ മലബാർ സഭയുടെ ഫാദർ മാത്തി കുളിക്കൽ അവരുടെ സ്വാഗത പ്രാഥമികൻ ശ്രീ എം വി ഷൈജു അവരുടെ വേദിയിലും സഭത്തിലും സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ എന്റെ സഹോദരി സഹോദരന്മാരെ കൊച്ചുകുട്ടികളെ ആദ്യം തന്നെ ഞാനൊരു ക്ഷമാപണം നടത്താം. കാരണം എൻ്റെ ഓപ്പറേഷൻ നടത്തിയ കാരണം എനിക്ക് ശബ്ദം വളരെ മോശമായിട്ടുള്ളതാണ്. അത് നിങ്ങൾ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. ഇവിടെ നമ്മൾ കൃതജ്ഞത അർപ്പിക്കുന്നതിന് ഏൽപ്പിച്ചിരുന്നത് നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ ഇവിടെ എല്ലാവരുടെ ഭാഗമായിട്ട് നമ്മൾ 90ഓളം കുടുംബങ്ങളിൽ നമ്മുടെ ഒരു ഓരോ അതൊരു മത്സരാടിസ്ഥാനത്തിൽ അതിന്റെ സൃഷ്ടി ക്ഷണിച്ചുകൊണ്ട് അപേക്ഷ കിട്ടിയാൽ അതിന്റെ തെരഞ്ഞെടുപ്പും മറ്റുള്ള ഇതും ഈ വരുന്ന 20-ാം തീയതി അത് പ്രശ്നപ്പെടുന്നതായിരിക്കും. അന്നൊക്കെ തെരഞ്ഞെടുത്തതിന് ഈ അന്നൊക്കെ ഞങ്ങൾ പോകരുത് അറിയിട്ടുണ്ട്. വരകൾ നദികൾ പരമ്പരകളച്ചവ വന്ധ്യയുടെ വയറിളർന്നൊഴുകും വിലാപവേഗം പോലെ വരകൾ നദികൾ ലോകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പറയുന്നതിന് ശരിക്കും പ്രശ്നം